നമ്മളൊരു മനുഷ്യനെ ചതിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുത്താൽ നിന്നെ ചതിക്കാനും നിന്റെ മക്കളെ ചതിക്കാനും മറ്റൊരാൾ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടാവും. ഇപ്പോഴൊക്കെ പെണ്ണിനെ കെട്ടണമെങ്കിൽ എന്താണ്, പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന് സ്ത്രീധനം കൊടുക്കണം. പണ്ട് അങ്ങനെയായിരുന്നില്ല. ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിന് സ്ത്രീധനം കൊടുക്കണം. അതിപ്പോ ആലോചിച്ചിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. പണ്ടത്തെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് മാറ്റാനൊന്നും പറ്റില്ല. സർക്കാർ അത് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. യാക്കോബ് ഏസാവ് ചേട്ടൻ അനിയനുണ്ടല്ല, അവിടെ ഒരു നല്ലൊരു അമ്മ ഉണ്ടായിരുന്നു. ഒന്നൊന്നൊരമ്മ. ഏത്? യാക്കോബ് ഏസാവിന്റെ അമ്മ. ഈ താഴെയുള്ള മക്കളോട് സ്നേഹമുള്ള കുറെ അമ്മമാരുണ്ട്. മൂത്ത ചെക്കനോട് വലിയ താല്പര്യമില്ല, താഴെയുള്ള മോനോട് സ്നേഹം, പെൺകുട്ടികളോട് സ്നേഹം, ആൺകുട്ടികളോട് സ്നേഹമില്ല. ദുബായിൽ ജോലി ചെയ്യുന്നവനോട് സ്നേഹം, നാട്ടിൽ പണിയെടുക്കുന്നവരോട് സ്നേഹമില്ല. പക്ഷപാതങ്ങൾ. മക്കള് 2-3 ഉണ്ടാവുമ്പോഴേ ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് ഇഷ്ടമില്ല. അത് കറുത്തതാണ്, അതിനിഷ്ടമില്ല. ഇത് വെളുത്തതാണ്, ഇതിനോട് ഇഷ്ടം, ഇങ്ങനെയൊക്കെ വരും. ഇവിടെ ചേട്ടൻ അനിയൻ, താഴിയിലൂടെ അമ്മയ്ക്കൊരു മമത. ബംഗാളിലത്തെ മമതയല്ല, അത് ബാനർജി. ഇത് മമത. അവസാനം അമ്മ ഒരു ദിവസം ഈ ചെക്കൻ പായസം ഉണ്ടാക്കായിരുന്നു. പായസം ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടൻ വയലിൽ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ പായസം, ഒരു ഗ്ലാസ് പായസം എടുത്തരൂ. പായസം തരാം. നീ അപ്പന്റെ മൂത്ത മോനല്ലേ? അതെ. അപ്പൊ മൂത്ത മോനാണ് അനുഗ്രഹം കിട്ടുക. അതെ. ആ അനുഗ്രഹം എനിക്ക് തരാമെങ്കിൽ പായസം തരാം. ഇവ കളി നടക്കില്ല. ഒരു ഗ്ലാസ് പായസം ചോദിച്ചോളൂ, നീ അനുഗ്രഹം ഒന്നും ചോദിക്കരുത്. പായസം തരണമെങ്കിൽ അനുഗ്രഹം തരണം. എനിക്ക് അനുഗ്രഹം, നിനക്ക് അനുഗ്രഹം കിട്ടില്ല. നീ പായസം താ. സമ്മതിച്ചു പായസം താ. അങ്ങനെ വായിച്ച കുടിച്ചു. ചെക്കൻ മനസ്സിൽ അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങനൊരു സംഭവം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ ഭയങ്കര മിടുക്കണട്ടാ, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. ഉണ്ട്. ഒരു കാര്യം ചെയ്യേ, നീ പോയിട്ട് വേട്ടയാടിയിട്ട് മാനിനൊക്കെ പിടിക്കും, മാനിറച്ചി. അപ്പന് ഭയങ്കര ഇഷ്ടാ. ഇസഹാക്കന് കണ്ണൊന്നും കണ്ടൂടാ, പ്രായം ചെന്ന് ഇസഹാക്കാണ്, പ്രായമായി, കണ്ണൊന്നും കണ്ടൂടാ. അമ്മ പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാടാ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. മാതാപിതാക്കളെ, അപ്പന്മാരെ, അമ്മമാരെ ശ്രദ്ധിച്ചോ. ഇതുപോലെ വേല വെക്കണ അമ്മമാര് ധാരാളം ഉണ്ട് വീടുകളില്. ഒരു മോനുണ്ട് മൂത്തത്, കാണിക്കണ അംഗമുണ്ട് ഈ അമ്മ. എന്നിട്ട് ഈ ചെക്കനെ ചട്ടം കെട്ടി മാനിറച്ചി കൊണ്ടുവന്നിട്ട് പൊരിച്ചു കൊടുത്തു. ആരെ പൊരിച്ചു കൊടുത്ത? അമ്മ. മാനിറച്ചി അപ്പന് ഇഷ്ടാണേ. ചില ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചിലര് കൊണ്ടുവന്ന് തരുമ്പോ സൂക്ഷിച്ചോളോ. ചില ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് തരുമ്പോ നമ്മൾ വിചാരിക്കും എന്തൊരു ഇഷ്ടം, എന്തോ അതിന്റെ പിന്നിൽ വാലുണ്ട്. നിങ്ങൾ ആരോ തന്നുള്ള കാര്യം ആലോചിച്ചിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. നമ്മൾ ഇവിടുത്തെ കാര്യം ആലോചിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവരും. എന്താ ഇഷ്ടമുള്ളത് കൊണ്ടുവരും. എന്തിനാണെന്നറിയോ? ഇഷ്ടമുള്ളത് കൊണ്ടുവരുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം. അങ്ങനെ ഈ മാനിറച്ചി പൊരിച്ചു കൊടുക്കും. അപ്പോ ഞാൻ കൊണ്ടുകൊടുക്കട്ടെ. മോനെ പൂവല്ലടാ. അപ്പന ആരാന്നറിയാ? അപ്പന് കണ്ണേ കാണാത്തുള്ളൂ, ബാക്കിയൊക്കെ അറിയാം. നീ പോയാലേ പെട്ടെന്ന് അപ്പൻ നീയാണെന്ന് തിരിച്ചറിയും. നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ ശരീരത്തിൽ രോമൊന്നുമില്ല, ചേട്ടന്റെ ശരീരത്തിൽ നിറച്ച് രോമാ. അപ്പം വന്നാൽ അപ്പം കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തടവുമ്പോ നീ പെടും. നീ ഒരു കാര്യം ചെയ്യേ, ആട്ടിൻകുട്ടിയുടെ കുറച്ച് രോമൊക്കെ പറിച്ചിട്ട് മേത്തക്കാക്ക്. പിന്നെ ആ കമ്പിളി അവൻ്റെ ഉടുപ്പോടെ കെടുക്കുന്നുണ്ട്, ചേട്ടൻ്റെ ഉടുപ്പോടെ കെടുക്കുന്നുണ്ട്. MBA പഠിച്ചിട്ടുള്ള അമ്മയാണ്, ഭയങ്കര ബുദ്ധിയാണ്. ആ ചേട്ടൻ്റെ ഉടുപ്പ് എടുത്തിടാ. അതെന്തിനാ അമ്മേ? ഗണേശ, നീ മനസ്സിലാക്ക്, ഈ അപ്പനാളെ തിരിച്ചറിയുന്നത് മണത്തട്ടാണ്. നിന്റെ ചേട്ടനൊരു മണം, നിനക്കൊരു മണം. ആള് വന്നു കഴിഞ്ഞാൽ മണത്തോക്കും. അപ്പൊ നിന്റെ മണം ആള് പിടിക്കും, പെടുന്നു. ഒരു കാര്യം ചെയ്യേ, ആ ചേട്ടൻ്റെ ഉടുപ്പിടാൻ പറഞ്ഞു. ചേട്ടൻ ഇതേപോലെയുള്ള അമ്മമാരും നമുക്ക് കിട്ടണട്ടാ. ഈ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ലോകം എത്ര നന്നാവും എന്നറിയാം. എന്തൊരു നല്ലമ്മ. എന്നിട്ട് ഈ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഈ ചെക്കൻ അപ്പൻ്റെ അടുത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു വിഷമം തോന്നണില്ലേ? തോന്നിയിട്ട് കാര്യമില്ല, ആളൊക്കെ മരിച്ചുപോയി. ഇപ്പോഴുള്ള അമ്മമാരെ കുറിച്ച് ആലോചിച്ചാൽ മതി. അങ്ങനെ ഈ അമ്മ കൊണ്ടുപോയിട്ട് അപ്പൊ അന്ന് തന്നെ മിമിക്രി ഉണ്ടായിരുന്നു, പഠിപ്പിച്ചു കൊടുത്ത അമ്മ. നിന്റെ ശബ്ദം വളരെ പെണ്ണിന്റെ ശബ്ദമാണ്, നീ ചേട്ടന്റെ ശബ്ദം പഠിക്കട. അപ്പോ കൊള്ളാം, നീ ചെല്ലേ. അപ്പം അപ്പോ ആരാണ്ട
ഒരു സംശയം അപ്പന് തോന്നി. അപ്പൊ അപ്പൻ മണം കറക്റ്റാണ്, എന്നാലും ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അമ്മ ഇപ്പുറത്ത് നിൽക്കുക, തൊട്ടപ്പുറത്ത്. എന്തുരമ്മയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അലക്കടാ, അലക്ക് അലക്ക്. അപ്പാ മാനിറച്ചി, എന്നെ അനുഗ്രഹിക്കണം. കെട്ടിപ്പിടിച്ച് അതും മണത്തോ, ഇപ്പൊ കുഴപ്പമില്ല, നീ ഏസാവ് എന്നെ അല്ലേ, പിന്നപ്പാ ശരി, അനുഗ്രഹിച്ച്. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക. സഹോദരങ്ങളെ, ഇതിൻ്റെ പേരല്ലേ ചതി. ഇതുപോലെയല്ലേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചതിച്ചിട്ട് സ്വത്തും ചതിച്ചിട്ട് സ്വർണവും എവിടൊക്കെ കൊണ്ടോണം ഇതൊക്കെ. പിന്നെ നമ്മുടെ മനസ്സ് നിർമ്മലമല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പോലും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. അങ്ങനെ ഈ അപ്പനെ പറ്റിച്ചിട്ട്, എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് ഈ പള്ളിയിൽ വന്നിട്ട് കർത്താവേ യേശുവേ സ്തോത്രം കർത്താ, നീ എന്തിനീ ധ്യാനം കൂടാൻ വന്നിട്ടുള്ളത്? അവനെ പറ്റിച്ചിട്ട് ഇവിടെ വന്നിട്ട് നിർത്തന്ന് പറയും ഇല്ലേ? പറ്റിച്ചിട്ട് ചേട്ടനെ പറ്റി. ഇത് കിട്ടിയോടുകൂടി ചേട്ടൻ വരുമ്പോ കാണുന്ന എന്തെന്ന്, അപ്പന്റെ അനുഗ്രഹം അനിയൻ കൊണ്ടുപോയി എന്റെ അമ്മ പിന്നാലെ ഓടി. അമ്മ പറഞ്ഞു, മോനെ ഓടിക്കറാ, അവൻ നിന്നെ കൊല്ലുടാ. ഓടിയവൻ അമ്മാവന്റെ അടുത്തേക്ക് പോക്കറാ, അമ്മയുടെ ആങ്ങളുണ്ട്, ഓടിക്കറാന്ന് പറഞ്ഞു. ഓടിച്ചു പോയി, ആങ്ങളേരെ അടുത്തേക്ക് പോയി. പ്രിയമുള്ളവരെ, ഈ സങ്കീർണ പ്രശ്നങ്ങൾ എവിടെ നിന്നുണ്ടായി? നമ്മുടെ സബ്ജക്റ്റ് അതാണല്ലോ. ഈ സങ്കീർണ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ എവിടെ നിന്നുണ്ടായ? ഈ അമ്മയെന്നല്ലേ, ഈ അപ്പനിൽ നിന്നല്ലേ പലതുണ്ടാവണത്. ഈ അമ്മ ഇങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ ആ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. മാതാപിതാക്കളെ, ധ്യാനം എന്ന് പറയുന്നത് കുറെ കൊട്ടേഷൻ എന്ന് പറയണതല്ല. ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ പരിശോധിക്കേ. നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് വെച്ചാൽ നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകളെ പാലിക്കാൻ സാധിക്കും. അവസാനം പിന്നീട് ചരിത്രങ്ങൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. ഈ യാക്കോബ് ഓടി ലാബാന്റെ അടുത്തെത്തുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള അങ്കംവെട്ടുകൾ കണ്ടാൽ നിങ്ങൾ ബോധം കെട്ടു വീഴും. അവിടെ ചെല്ലുന്നു, അവിടെ ഒരു പെണ്ണിനായിട്ട് ഇവനോട് സ്നേഹം ഉണ്ടാവുന്നു. അപ്പോ അമ്മാവനോട് ചോദിക്കുന്നു, പെണ്ണിനെ കെട്ടിച്ച് തരാൻ പറയുന്നു. അമ്മാവൻ പറഞ്ഞു, മോനെ കെട്ടിച്ചൊക്കെ തരാം, പക്ഷേ സ്ത്രീധനം തരണം. പണ്ട് അങ്ങനെയാണ്. ഇപ്പോഴൊക്കെ പെണ്ണിനെ കെട്ടണമെങ്കിൽ എന്താണ്, പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന് സ്ത്രീധനം കൊടുക്കണം. പണ്ട് അങ്ങനെയായിരുന്നില്ല. ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിന് സ്ത്രീധനം കൊടുക്കണം. അതിപ്പോൾ ആലോചിച്ചിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. പണ്ടത്തെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് മാറ്റാനൊന്നും പറ്റില്ല. സർക്കാർ അത് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോ അങ്ങനെ അമ്മാവൻ പറഞ്ഞു. അപ്പൊ ചെക്കൻ പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, എൻ്റെ അമ്മാവ, ഞാൻ ഉള്ള ട്രൗസർ ഇട്ടിട്ട് ഓടി വന്നല്ലേ, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. വേണ്ട, അതിനൊക്കെ പണി ഞാൻ പറഞ്ഞു തരാടാ. എൻ്റെ പാടത്ത് നീ 7 വർഷം പണിയെടുക്കണം. അതിൻ്റെ കാശ് തരുമോ? കാശ് തരില്ലേ? എഴുതി വെക്കും. എന്നിട്ട് 7 വർഷം കഴിയുമ്പോ നിനക്ക് എൻ്റെ മോളെ കെട്ടിച്ചു തരാം. എന്നാലും വേണ്ടില്ല, എനിക്ക് കെട്ടിട്ടിരിക്കുള്ളൂ, കെട്ടിട്ടിരിക്കുള്ളൂ. അങ്ങനെ അവൻ കെട്ടാനിട്ട് കരിപ്പിച്ച് കൂട്ടിയിട്ട് പാടത്ത് പണിയെടുത്തു. 7 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണമായി. സന്തോഷായി യാക്കോബിന്. പെണ്ണ് വരുന്നു ഡൺ 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 ഡുണ്ടൊക്കെ കൊട്ടി എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവനെ മണിയറയിലേക്ക് പറഞ്ഞയച്ചു. അവന്റെ ഭാര്യനെ മുഖം മൂടിയിട്ടിട്ടാണ്, അന്ന് ഇവിടെ മുസ്ലിം സ്ത്രീകളൊന്നും പർദ്ദയുണ്ടല്ലോ, അതിട്ടിട്ടാണ് അങ്ങോട്ട് കയറ്റി വാതിലടച്ച്. അന്ന് രാത്രി അവിടെ കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ് കട്ടിൽ നോക്കിയപ്പോ സാധനം, അതായത് ഈ അമ്മാവന്റെ മൂത്ത മകളുണ്ടല്ലയ, അതിനെയാണ് പറഞ്ഞയച്ചത്. റാഹേലിനെ പറഞ്ഞു വിട്ടില്ല, അതവിടെ നിർത്തിയിരിക്കുക. താഴെയുള്ളത് നീ ഈ ചേട്ടനെ ചതിച്ച് വരുമ്പോ എന്താ പറയാ, പൊട്ടനെ ചതിച്ചാൽ മറ്റവനെ ചതിക്കാന്നല്ലേ? ഉണ്ടാവും. നിങ്ങൾ പ്രിയമുള്ളവർ ഓർത്തോ, നമ്മളൊരു മനുഷ്യനെ ചതിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുത്താൽ നിന്നെ ചതിക്കാനും നിന്റെ മക്കളെ ചതിക്കാനും മറ്റൊരാൾ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടാവും.